അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു പഠന വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യത്യസ്ത മതങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏകനായിട്ടുള്ള ദൈവത്തെ പരിചയപ്പെടുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ മതം എടുത്തു പരിശോധിക്കുകയാണെങ്കിലും ഹൈന്ദവ മതം എടുത്തു പരിശോധിക്കുകയാണെങ്കിലും അവിടെയൊക്കെ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള വ്യക്തി അത് ഏകനായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളും മതപ്രസിദ്ധീകരണങ്ങളും ഒക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഹൈന്ദവ മതത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഹൈന്ദവ മതത്തിലെ ദൈവങ്ങളെ സംബന്ധിച്ച് 33 ദൈവങ്ങൾ, ദേവതകൾ എന്ന് പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഹൈന്ദവ മതത്തിൽ 33 ദേവതകൾ ഉണ്ടോ? ഒരിക്കലുമില്ല. ശതപഥ ബ്രാഹ്മണ കാണ്ഡം അതിലെ 14 അധ്യായം എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 33 കോടി അല്ലെങ്കിൽ 33 കോടി എന്ന് പറയുന്നത് 33 തരം ദേവതകളാണ്. ഈ ദേവതകളും ഈശ്വരനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദേവതകൾ ഈശ്വരൻ സൃഷ്ടിച്ച ചരാചരമാണ്, സൃഷ്ടികളാണ്. ഈ ദേവതകളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരുടെ സഹായികളായിട്ടും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായിട്ടാണ്. ഇവകളെയൊക്കെ സൃഷ്ടിച്ചത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ്. ഈ ഈശ്വരനെ മാത്രമേ ഹൈന്ദവ മതത്തിൽ ആരാധിക്കാൻ വേണ്ടി വേദങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 33 ദേവതകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ശതപഥം ബ്രാഹ്മണ ഖണ്ഡത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 33 എന്ന് പറയുന്നത് അതിൽ 8 വസുക്കളുണ്ട്. 8 വസുക്കൾ എന്ന് പറഞ്ഞാൽ പൃഥ്വി, ജലം, ആകാശം, വായു, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ 10 പ്രാണന്മാർ, 12 ആദിത്യന്മാർ അഥവാ 12 മാസങ്ങൾ, ഒരു യജ്ഞം, അതുപോലെ ഒരു വിദ്യുത്, ഒരു മഹാത്മാവ്, ഇങ്ങനെ 33 തരം ദേവതകൾ. ഇതിനെക്കുറിച്ചുള്ള പഠനം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആ ദേവതമാരുടെ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ ഒരിക്കലും ഒരു വേദഗ്രന്ഥവും ഈ ദേവതമാരെ ആരാധിക്കണമെന്നോ അവരെ ആദരിക്കണമെന്നോ പറയുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഋഗ്വേദത്തില് 1-ാം അധ്യായം 164 വാക്യത്തിൽ പറയുന്നുണ്ട്, പരമേശ്വരനും ജഗന്യന്താവും സർവ്വവ്യാപകനും നിസ്വാർത്ഥനും ദേവതകളുടെ കൂടി ദേവതയുമായ ആ ഈശ്വരൻ മാത്രമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. അദ്ദേഹത്തെ അറിയാനാവാത്തവർ ദുഃഖപാശങ്ങളിൽ പെട്ടുഴലുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവർ അനന്തമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഋഗ്വേദത്തിൽ പറയുന്നത് ഈ ദേവതകളൊക്കെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ആ ഈശ്വരനാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ചരാചരങ്ങൾക്കും മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും നൽകുന്നത്. ആ ഈശ്വരനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ദേവതകളെ ഒരിക്കലും ആരാധിക്കണമെന്ന് ഒരു വേദത്തിലും പറയുന്നില്ല. അപ്പോൾ ഈശ്വരൻ അതാരാണ്? വിഷ്ണു, ശിവൻ, സരസ്വതി, പാർവതി, ഗണപതി എന്നൊക്കെ വിവിധ പേരുകൾ വിട്ട് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ആരാധിക്കണോ? ഒരിക്കലും ഇല്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അപ്പൊ ഒരു ചോദ്യം, ഈ വിഷ്ണുവും ശിവനും പാർവതിയും ഗണപതിയും ഒക്കെ ആര്? ഇത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഈശ്വരന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണവിശേഷണങ്ങളാണ് വിഷ്ണുവും ശിവനുമൊക്കെ. വിഷ്ണു എന്ന പദത്തിന്റെ അർത്ഥം സർവ്വവ്യാപൻ എന്നാണ്. ദൈവം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഈശ്വരന്റെ ഒരു ഗുണമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധ മംഗളങ്ങളും ചുരിഞ്ഞു തരുന്നവൻ എന്നാണ്. ഇത് ഈശ്വരന്റെ ഒരു ഗുണമാണ്. അറിവിന്റെ ഉറവിടം എന്നാണ് സരസ്വതിയുടെ അർത്ഥം. അത് ഈശ്വരന്റെ ഒരു ഗുണമാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ സംഘങ്ങളുടെയും പതി, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എന്നാണ് ഗണപതിയുടെ അർത്ഥം. ഇത് മറ്റൊരു ഗുണമാണ്. ഇത് ഈശ്വരന്റെ ഓരോ വിശേഷണങ്ങളാണ്, അല്ലാതെ ഇതൊന്നും ഓരോ ദൈവങ്ങളല്ല. പിന്നെ ഇവയ്ക്ക് ഓരോ രൂപങ്ങളുണ്ടല്ലോ. വിഷ്ണുവിന് രൂപമുണ്ട്, ശിവന് മറ്റു രൂപമുണ്ട്, പാർവതിക്കും സരസ്വതിക്കും ഗണപതിക്കും ഒക്കെ ഓരോ രൂപങ്ങളുണ്ട് എന്ന ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം സ്വാഭാവികമാണ്. ഇതിനൊക്കെ സംബന്ധിച്ച് വേദങ്ങൾ തന്നെ അഥർവ വേദത്തിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്, സാങ്കല്പിക രൂപങ്ങളാണ്. ഇവയ്ക്കൊന്നും കൃത്യമായിട്ടുള്ള അടിസ്ഥാനമോ അടിത്തറയോ ഇല്ല. അപ്പോ ആരാണ് ഈശ്വരൻ? ഈശ്വരന് ഒരിക്കലും ഒരു രൂപമില്ല. ഈശ്വരന് രൂപമില്ല. ശ്രീ ആദിശങ്കരാചാര്യരുടെ ഗണേശ സ്തോത്രം അല്ലെങ്കിൽ ഗണേശ മന്ത്രം എന്ന് പറയുന്ന ഗണേശാസ്തവത്തിൽ ഈശ്വരനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അജം നിർവികൽപം നിരാകാരമേഘം നിരാനന്ദമാനന്ദമദ്വൈത പൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം
പരബ്രഹ്മരൂപം ഗണേശം ഭജേമ. കൃത്യമായിട്ട് ഗണേശാസ്തവത്തിൽ പറയുന്നുണ്ട്. ആരാണ് ഈശ്വരൻ? ഈശ്വരൻ ഏകനാണ്. ഈശ്വരനെ കൂടുതൽ വർണ്ണിക്കാൻ നമുക്ക് കഴിയൂല. കാരണം ഈശ്വരന്റെ രൂപം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഈശ്വരൻ ഏകനാണ്. അവൻ ആനന്ദപൂർണനാണ്. അവൻ ദിവ്യനാണ്. ഉത്കണ്ഠയില്ലാത്തവനാണ്. അവൻ സ്വന്തമായിട്ട് രൂപമില്ലാത്തവനാണ്. സങ്കല്പങ്ങൾക്ക് അതീതനാണ് എന്നാണ് ശ്രീ ആദിശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ ഗണേശാസ്തവത്തിൽ ഗണേശ സ്തോത്രങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഗണേശ സ്തോത്രം എന്ന് പറയുന്നത് എന്താണ്? സങ്കടരഹ ചതുതി പൂജയുടെ വേളയിൽ ചൊല്ലുന്ന മന്ത്രമാണ്, ശ്ലോകമാണ് ഈ ഗണേശ സ്തോത്രം. അഥവാ ഹൈന്ദവ മതത്തിന്റെ പ്രധാന പൂജകളുടെ ഒരു ഭാഗം. ആ പൂജകളുടെ ഭാഗമായി ചൊല്ലുന്ന ശ്ലോകം തന്നെ അജം നിർവികൽപ്പം നിരാകാരമേഘം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം. അദ്വൈതം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവം ദ്വൈതമല്ല, ഒന്നേയുള്ളൂ, അദ്വൈതമാണ്. ഇതിനെ സംബന്ധിച്ച് അഥർവവേദത്തിൽ ഒരു ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മജ്ഞാനം പ്രതവം പുരസ്തസ്ഥാതി സീമത സുരുചോവേന ആവ സബുദ്ധ്യ ഉപമ അസ്യവിഷ്ട. എന്താണ് അഥർവവേദത്തിലെ 13-ാം അധ്യായം 3-4 ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ പറയുന്നത്? ഈശ്വരൻ ഏകനാണ്. ആ ഈശ്വരൻ മാത്രമേ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളൂ. എല്ലാ ചൈതന്യവും എല്ലാ ആരാധനകളും ആ ഈശ്വരന് മാത്രം സമർപ്പിക്കേണ്ടതാണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം ആ ഈശ്വരന്റെ നിയന്ത്രണത്തിലും ഈശ്വരന്റെ അറിവോടുകൂടെയും മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് ഈശ്വരൻ ഏകനാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ചതുർവേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം. ഈ വേദങ്ങളിലൊക്കെ പറയുന്നത് ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നാണ്. നമുക്ക് അതിലെ ഉദ്ധരണികൾ കൂടി വായിക്കാം. യജുർവേദം 40:1. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വത്തെ മുഴുവൻ ധാരണം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ഒരീശ്വരനാണ്. അനീതി, അന്യായ മാർഗങ്ങളിലൂടെയുള്ള ധനസമ്പാദനം എന്നിവ ചെയ്യരുത്. അതിനു പകരം ധർമ്മമാർഗത്തിൽ ചരിച്ചു ഈശ്വരാനുഗ്രഹം നേടുക. അദ്ദേഹമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്. ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് യജുർവേദത്തിൽ പറയുന്നു. ഋഗ്വേദം 10:48. അതിൽ പറയുന്നു: ഈശ്വരൻ മാത്രമാണ് സർവ്വവ്യാപകനും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ളത്. വിശ്വത്തിന്റെ അനാദിയായ കാരണവുമായ അദ്ദേഹം മാത്രമാണ് വിജയത്തെ നൽകുന്നത്. കുട്ടികൾ പിതാവിനെ ആശ്രയിക്കുന്നത് പോലെ എല്ലാ ആത്മാക്കളും ഈശ്വരനെ മാത്രമേ ആശ്രയിക്കുന്നു. അദ്ദേഹം മാത്രമാണ് നമുക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നത്. ഋഗ്വേദം 10:48. ഈശ്വരൻ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമയമാക്കുന്നു. അദ്ദേഹം പരാജയം ഏൽക്കാത്തവനും അന്ത്യമില്ലാത്തവനുമാണ്. ജഗതുൽപാദകനാണ് അദ്ദേഹം. എന്നുവെച്ചാൽ ഈശ്വരന് ഒരിക്കലും അന്ത്യമില്ല, ആദ്യവുമില്ല. ഈശ്വരനാണ് എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അദ്ദേഹം ഒന്നേയുള്ളൂ, ഏകനാണ് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. യജുർവേദം 13:4. വിശ്വത്തിന് ഒരേ ഒരു സൃഷ്ടാവും നിയന്ത്രിതാവും മാത്രമേ ഉള്ളൂ. അദ്ദേഹം മോക്ഷപ്രധാനനാണ്. അദ്ദേഹത്തെ മാത്രമേ നാം ആരാധിക്കാവൂ. ഈശ്വരൻ ഒന്നേയുള്ളൂ, ആ ഒരു ഈശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് യജുർവേദം. അഥർവവേദം 13:4. 16 മുതൽ 21 വരെയുള്ള മന്ത്രങ്ങളിലൂടെ പറയുന്നു: അദ്ദേഹം രണ്ടില്ല, 3, 4, 5, 6, 7, 8, 9, 10 ഇല്ല. അദ്ദേഹം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദേവതകളും അദ്ദേഹത്തിൽ വസിക്കുന്നു. അദ്ദേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അതിനാൽ അദ്ദേഹം മാത്രമാണ് ഉപാസനായോഗ്യൻ, മറ്റൊരാളും ഇല്ല. വീണ്ടും അഥർവവേദം 10:7 പറയുന്നു: ഈശ്വരൻ മാത്രമാണ് വലിയവനും ഉപാസനയോഗ്യനുമായിട്ടുള്ളത്. എല്ലാ അറിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഉറവിടം അദ്ദേഹമാണ്. ഹൈന്ദവ മതത്തിലെ മുഴുവൻ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും വേദങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെ ഈശ്വരൻ, ദൈവം അത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകനാണ് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ മറ്റുള്ള ആരാധിക്കപ്പെടുന്നവർ എന്ന് പറയുന്ന ബിംബങ്ങളാണെങ്കിലും ദൈവങ്ങളാണെങ്കിലും ദേവതകളാണെങ്കിലും അതൊക്കെ നിരർത്ഥകമാണ്. അവർക്ക് യാതൊന്നും ചെയ്യാനുള്ള കഴിവുമില്ല. മാത്രവുമല്ല, ഹൈന്ദവ മതത്തിൽ ഈശ്വരൻ എന്ന് പറയപ്പെടുന്ന, ആരാധനയ്ക്ക് അർഹനാണെന്ന് പറയപ്പെടുന്ന ആ മൂർത്തിക്ക്, ആ രൂപത്തിനിക്ക് വിവരിക്കാൻ പറ്റുന്ന ഒരു രൂപമില്ല, ഒരു കോലമില്ല, അവയവങ്ങളൊന്നുമില്ല. എല്ലാം അറിയുന്നവനും കാണുന്നവനുമായിട്ടുള്ള ഒരു ദൈവമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെയാണ് ഹൈന്ദവ മതം ആരാധിക്കേണ്ടതും ആരാധിക്കപ്പെടേണ്ടതും.
ഇനി നമുക്ക് ക്രിസ്തീയ മതത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ക്രിസ്തു മതത്തിലും അതുപോലെ തന്നെ അവരുടെ പ്രധാന വിശ്വാസം എന്ന് പറയുന്നത് ത്രിത്വം എന്നുള്ളതാണ്. ത്രിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ദൈവങ്ങൾ എന്നാണ്. 3 ദൈവങ്ങളെയാണ് ക്രൈസ്തവ മതത്തിൽ ഇന്ന് ആരാധിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ത്രിത്വം ക്രൈസ്തവ മതം അംഗീകരിക്കുന്നുണ്ടോ? ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ? നമുക്ക് ബൈബിളിലെ കുറച്ച് വചനങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കാം. കുറച്ച് വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആവർത്തനം 6:4. അതിൽ പറയുന്നു, ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ എന്ന് പറയുന്ന ദൈവം അത് ഏകനാണ്. ആ ഏകനായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആവർത്തനം 4:39. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്നു നീ ഇന്ന് അറിഞ്ഞു മനസ്സിൽ വെച്ചുകൊള്ളുക. യെശയ്യാ 44:6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇവിടെയൊക്കെ പറയുന്നത് യഹോവ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. യഹോവ എന്ന് പറയുന്നത് ഒരു ദൈവമാണ്. ഒന്നിലധികം ദൈവങ്ങൾ ക്രൈസ്തവ മതത്തിലില്ല. ഇനിയും ഒട്ടേറെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് 8:10 പറയുന്നു, നാളെ എന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ. മാർക്കോസ് 12:29. അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം 4:10. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. ബൈബിളിലെ ഈ ഉദ്ധരണികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകനായിട്ടുള്ള ഒരു ദൈവം മാത്രമേ ക്രൈസ്തവ മതത്തിലുമുള്ളൂ. ക്രൈസ്തവ മതത്തിലും അത്രയേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ പിന്നെ ക്രൈസ്തവ പുരോഹിതർ വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നൊരു വചനമാണ്. ക്രൈസ്തവ പുരോഹിതർ 3 ദൈവങ്ങളുണ്ടെന്ന് വാദിക്കാൻ വേണ്ടി അവർ എടുത്തുദ്ധരിക്കുന്ന ഒരു വാക്യം കൂടിയാണിത്, മത്തായിയുടെ സുവിശേഷം. ഇവിടെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇവിടത്തെ വചനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ്. ഇവിടെ 3 പേരുകൾ പറയുന്നുണ്ടെങ്കിലും നാമത്തിൽ എന്ന് പറഞ്ഞത് പ്ലൂരലാക്കാതെ സിംഗുലർ ആക്കിക്കൊണ്ട് ഏകവചനത്തിലാണ് പറഞ്ഞത്, നാമങ്ങളിൽ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് 3 ഒന്നാണ് എന്നുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അതുകൊണ്ടാണ് നാമത്തിൽ എന്ന് പ്രയോഗിക്കാൻ കാരണം. ഇത് ഞാൻ പറഞ്ഞതല്ല. CG ഫാൻഡർ മീസാൻ ലാക്കിൽ 196, 197 പേജുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവം 3 ഉണ്ട്, 3 എണ്ണം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി, സ്ഥിരീകരിക്കാൻ വേണ്ടി അവർ പറയുന്ന, ക്രൈസ്തവ പുരോഹിതർ പറയുന്ന, വാദിക്കുന്ന ഒരു വചനം കൂടി പറയുന്നു. യേശു വെള്ളത്തിൽ നിന്നു കയറി, കണ്ടാലും സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മത്തായി 5:16. അതുപോലെ ലൂക്കോസ് 3:22 എന്നിവകളിൽ രേഖപ്പെടുത്തപ്പെട്ട വചനങ്ങളാണിത്. ഇവിടെ 3 ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നാണ് ക്രൈസ്തവ പുരോഹിതർ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ 3 വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ 3 വ്യക്തികളും ദൈവങ്ങളാണെന്നോ ആരാധിക്കപ്പെടേണ്ടവരാണെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇങ്ങനെ നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യേശു എന്ന് പറയുന്നത് ആരാധിക്കപ്പെടേണ്ട, ആരാധനക്കർഹനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. യേശുവിനെ കുറിച്ച് തന്നെ ബൈബിളിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ദൈവപുത്രൻ എന്നുള്ളതാണ്. ദൈവമല്ല, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പുറപ്പാട് 4:22, സംഖ്യർ 2:7, ഇരമ്യ 31:9, ശാമുവേൽ 7:14 ഇവിടെയൊക്കെ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, യേശു ഒരിക്കലും ദൈവമല്ല, യേശു ദൈവമല്ല. യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാം, അള്ളാഹു എന്ന് പറയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ദൗത്യങ്ങളെ, ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകൻ മാത്രമാണ്.
ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. യേശു ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അത്ഭുതങ്ങൾ കാണിക്കാൻ അത് ദൈവത്തിനല്ലേ സാധിക്കൂ എന്നും ചില ക്രൈസ്തവ പുരോഹിതന്മാർ പറയാറുണ്ട്. ഫാദർ അബ്ദുൽ മസീഹ് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന പുസ്തകത്തിൽ 12-ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു സ്വന്തം നാമത്തിൽ അധികാരത്തോടെ അത്ഭുതങ്ങൾ ചെയ്തു. അവൻ ചെയ്തവ മറ്റാർക്കും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശു ദൈവമാണ് എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. അത്ഭുതങ്ങൾ ആർക്കും കാണിക്കാൻ കഴിയും. ആ അത്ഭുതങ്ങൾ കണ്ട് അവരൊക്കെ ദൈവങ്ങളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് യേശു തന്നെ പല സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 24:24 അതുപോലെ മാർക്കോസ് 16:15 യേശു പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ ദേവന്മാർ അല്ലെങ്കിൽ ദൈവമാവാൻ യോഗ്യതയാണെങ്കിൽ ഈ പ്രവാചകൻ മാത്രമല്ല, കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും യേശുവിന്റെ അനുയായികൾ വരെയും ദൈവങ്ങളാകേണ്ടി വരും. അവരും അത്യത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണല്ലോ യേശു പറഞ്ഞത്. അപ്പോ കള്ളപ്രവാചകന്മാർ വരെ അത്ഭുതങ്ങൾ കാണിക്കും. പക്ഷേ അവരൊന്നും ദൈവന്മാരോ അല്ല എന്ന് യേശു തന്നെ കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് മാർക്കോസും മത്തായിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈന്ദവ മതത്തിലും ക്രൈസ്തവ മതത്തിലും അപ്പോ ദൈവം ഒന്നേയുള്ളൂ, ഈശ്വരൻ ഒന്നേയുള്ളൂ, ഒന്നിലധികം ദൈവങ്ങളില്ല. അദ്വൈതമാണ് ക്രൈസ്തവ മതത്തിലുള്ളത്. ത്രിത്വം എന്ന് പറയുന്നത്, ആ ത്രിത്വം എന്ന് പറയുന്നത് ആധുനിക ക്രൈസ്തവ പുരോഹിതന്മാർ വിശ്വാസികളെ അവരുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. അദ്വൈതമാണ് ക്രൈസ്തവ മതവും ഹൈന്ദവ മതവും പിന്തുടരുന്നത്. അഥവാ ഒന്നിലധികം ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. 2 മതം ഞാനിപ്പോൾ പറഞ്ഞു. ഈ 2 മതത്തിലെയും ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ, ബൈബിൾ ആണെങ്കിലും ചതുർവേദങ്ങളാണെങ്കിലും എല്ലാം പരിചയപ്പെടുത്തിയത് ഒരു രൂപമില്ലാത്ത, അദൃശ്യനായിട്ടുള്ള, ആർക്കും കാണാൻ സാധിക്കാത്ത, എല്ലാം അറിയുന്നവനും ഉത്കണ്ഠയില്ലാത്തവനുമായിട്ടുള്ള ഏകനായിട്ടുള്ള ഒരു ദൈവമാണ് എന്നുള്ളതാണ്. ഏതാണ് ആ ദൈവം? ആ ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഉറച്ച സ്വരത്തിൽ സധൈര്യത്തോടുകൂടെ പ്രഖ്യാപിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ മതങ്ങളുടെയും ദൈവം ഒന്ന് തന്നെയാണ്. ആ ദൈവമാണ് അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ആ അള്ളാഹു ഏകനാണ്. അത് തന്നെയാണ് ഗണേശ സ്തോത്രത്തിൽ നമ്മൾ ചൊല്ലിയത്: അജം നിർവികൽപ്പം നിരാകാരമേകം. ദൈവം ഒന്നേയുള്ളൂ. അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അവൻ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല. അവൻ ആദ്യമില്ലാത്തവനും അന്ത്യമില്ലാത്തവനുമാണ് എന്ന് ബൈബിളിലെ വചനങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞല്ലോ, വേദങ്ങളുടെ വചനങ്ങൾ എടുത്തു പറഞ്ഞല്ലോ. ഇതന്നെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ലോകത്ത് ആരാധിക്കാനും ആരാധിക്കപ്പെടാനും അർഹതയുള്ളവൻ അത് അല്ലാഹു മാത്രമാണ് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നേർമാർഗത്തിലൂടെ സഞ്ചരിച്ച് വിജയിച്ച് മുന്നേറുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.